നമസ്കാരം. ഈ വാർത്താ ദിനത്തെ സമഗ്രമായി പരിശോധിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയാതെ കോടതി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കേസ് നാളത്തേക്ക് മാറ്റി. രാഹുലിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയത്. അന്തിമവാദത്തിന് ശേഷം നാളെ വിധി പറഞ്ഞേക്കും. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമാണ് യുവതിയുമായി ഉള്ളതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാന വാദം. ബലാത്സംഗ കേസ് കെട്ടിച്ചമച്ചതാണ്. ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിച്ചിട്ടില്ല. ബലാത്സംഗത്തിന് ഇരയായെങ്കിൽ എന്തുകൊണ്ട് അന്ന് പരാതി നൽകിയില്ലെന്നും പാലക്കാട് എംഎൽഎയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഗർഭചിത്രത്തിന് രാഹുൽ യുവതി നിർബന്ധിക്കുന്ന ഓഡിയോയും വാട്സാപ്പ് സന്ദേശവും തെളിവായുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ യുവതിയെ പീഡിപ്പിച്ചു. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. യുവതി ചികിത്സ തേടിയ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ പ്രതിചേർത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയതാണ്. നിയമസംവിധാനവുമായി ഒട്ടും സഹകരിക്കാത്ത ആളാണ് രാഹുലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുലിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളും കോടതി വിശദമായി പരിശോധിച്ചു. ഇതിനുശേഷമാണ് കൂടുതൽ തെളിവുകൾ കൂടി ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത്. നാളെ തുടർവാദം കേട്ടതിനു ശേഷം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞേക്കും. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി വൈകിപ്പിച്ച് KPCC. ഹൈക്കമാൻഡിനും KPCC മുൻ അധ്യക്ഷന്മാരും വനിതാ നേതാക്കളും രാഹുലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം നടപടി വൈകിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാകുന്നതുവരെ നടപടി വൈകിപ്പിക്കാനാണ് നീക്കമെന്നാണ് സൂചന. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ താത്പര്യത്തിൽ നടക്കുന്ന ഈ നീക്കത്തിൽ പ്രതിപക്ഷ നേതാവിനടക്കം കടുത്ത അതൃപ്തിയുണ്ട്. ആക്ഷേപം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും ഇനിയുള്ള നടപടികൾ നിയമസംവിധാനത്തിന്റെ പ്രതികരണം കൂടി അറിഞ്ഞ ശേഷം മതിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് KPCC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവ് വരെ കാക്കുന്നത്. കോടതി മുൻകൂർ ജാമ്യം നൽകിയാൽ പുറത്താക്കൽ നടപടി ഒഴിവാക്കാമെന്ന വർക്കിംഗ് പ്രസിഡന്റുമാരിലെ ചിലരുടെ താൽപ്പര്യമാണ് KPCC തീരുമാനം വൈകിപ്പിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ ജാമ്യവിധി വരെ കാക്കാമെന്ന വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിനും മൂർധന്യത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിന്റെയും പുരോഗതി അനുസരിച്ച് ഗൗരവം അനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ചത്. പുറത്താക്കലിനൊക്കെ അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി നടന്ന കൂടിയാലോചനയിൽ ഏതാണ്ട് എല്ലാ നേതാക്കളും രാഹുലിനെ പുറത്താക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. KPCCയുടെ മുൻ അധ്യക്ഷന്മാരിൽ ചിലർ ഇക്കാര്യം പരസ്യമായും ആവശ്യപ്പെട്ടു. ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPCC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. ഈ കാര്യത്തിൽ ഇനിയും സാങ്കേതികത്വം നോക്കാതെ വച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗത്തിൽ തന്നെ കർശനവും ശക്തവും മാതൃകാപരവുമായ നടപടി സ്വീകരിക്കാൻ വൈകരുത്. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിക്ക് പിന്നാലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതി കൂടി വന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മുറവിളി ഉയർന്നത്. രണ്ടാമത്തെ പരാതിക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോട് അഭിപ്രായം തേടിയ അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് നടപടിയെടുക്കാൻ അപ്പോൾ തന്നെ നിർദ്ദേശിച്ചിരുന്നു. നടപടി വേണമെന്ന താല്പര്യം ഹൈക്കമാൻഡ് നേതൃത്വം പരസ്യമായും വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ഇത്തരം വിഷയങ്ങളിൽ അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ഇവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. വെയിറ്റ്. ഹൈക്കമാൻഡിന്റെയും മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് KPCC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി വൈകിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി വനിതാ നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് ഷെമാ മുഹമ്മദ് 24നോട് പറഞ്ഞു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഷാനിമോൾ ഉസ്മാൻ ആവർത്തിച്ചപ്പോൾ മറ്റു പാർട്ടിക്കാരെ പോലെ ആരെയും കോൺഗ്രസ് സംരക്ഷിക്കില്ലെന്ന് ദീപ്തി മേരി വർഗീസും വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉചിതമായ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെയാണ് വനിതാ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. സ്ത്രീ എന്ന നിലയിൽ ഇനി സഹിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഷെമാ മുഹമ്മദ് 24നോട് പറഞ്ഞു. രാഹുലിന്റെ സ്ഥാനത്ത് സ്ത്രീ ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ അവരെ വേറെ പേര് വിളിക്കുമായിരുന്നുവെന്ന് ഷെമാ മുഹമ്മദ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മേലെയുള്ള പരാതി കുറേ ആയിരിക്കുക. കുറേ സ്ത്രീകളും അതും അബോർഷൻ പ്രശ്നങ്ങളും കുറേ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. ഇനി ഇങ്ങനത്തെ ഒരു പുരുഷനെ വെക്കാൻ പാടില്ല പാർട്ടിയിൽ. ജനപ്രതിനിധി ഇങ്ങനെ ആവാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്ന് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്.
മറ്റു പാർട്ടിക്കാരെ പോലെ ആരെയും കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കുറ്റക്കാരായി ഒരാളും പാർട്ടിയിൽ തുടരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കോൺഗ്രസ് നേതൃത്വം എത്രയും പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു തീരുമാനമുണ്ടാകും. തീർച്ചയായിട്ടും പീഡിപ്പിക്കപ്പെടുന്നവരോട് കൂടി അത്തരത്തിൽ പരാതി കൊടുക്കുന്നവരോടൊപ്പമായിരിക്കും കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. കോൺഗ്രസ് എപ്പോഴും സ്വീകരിച്ചത് സ്ത്രീപക്ഷ നിലപാടാണെന്നും രാഹുലിന്റെ കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ജെബി മേത്തർ MP വ്യക്തമാക്കി. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട സമയത്ത് എടുക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി ഇനിയും വൈകിയാൽ പാർട്ടി കനത്ത വില നൽകേണ്ടി വരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ത്രീകളുടെ അഭിമാനത്തെ വെല്ലുവിളിക്കരുതെന്നും സജന ബി സാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. പോലീസ് കസ്റ്റഡിയിലും നിരാഹാരം തുടരുമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വറിനെ നാളെ 5 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. രാഹുൽ ഈശ്വറിന്റെ പ്രവൃത്തിയിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും ഓഫീസിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നുമാണ് പോലീസ് വാദം. തനിക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്ന് ആവർത്തിച്ച് രാഹുൽ ഈശ്വർ. രാഹുലിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന നിർത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇനിയും ചെയ്യുമെന്ന്. പോലീസ് കോടതിയിൽ കള്ളം എഴുതി കൊടുത്തു, എനിക്ക് നോട്ടീസ് തന്നു. ഇങ്ങനെ ന്യായീകരിക്കാൻ നാണം തോന്നില്ല. കസ്റ്റഡിയിൽ വിട്ട രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോർട്ട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേൽക്കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ തീരുമാനം. 3 days കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണ്. ഇനി ജാമ്യാപേക്ഷ നമ്മൾ ഇനി മൂവ് ചെയ്യല്ലേ ഉള്ളൂ. അതിജീവിതയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു, വ്യക്തിത്വം വെളിപ്പെടുത്തി തുടങ്ങിയവയാണ് രാഹുൽ ഈശ്വറിനെതിരായ കുറ്റങ്ങൾ. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദ പരാമർശവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. രാഹുൽ മാങ്കൂട്ടത്തിന്റേത് അതിതീവ്രമായ പീഡനമെന്നും മുകേഷ് MLAയുടേത് തീവ്രത കുറഞ്ഞത് എന്നുമാണ് അനുമാനം എന്നാണ് ലസിത നായരുടെ പ്രതികരണം. മുകേഷിന്റേത് പീഡനമാണെന്ന് CPIM അംഗീകരിച്ചിട്ടില്ലെന്നും ലസിത നായർ പറഞ്ഞു. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ. അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ്. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശംഖുമുഖത്ത് സേനയുടെ അഭ്യാസ പ്രകടനം. ശംഖുമുഖത്തെ ആകാശവും കടലും യുദ്ധവിമാനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയാകുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് മുഖ്യാതിഥി. അടുത്ത വാർത്തയിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ വിവാദം. കേരളം പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സമ്മതം അറിയിച്ചിരുന്നുവെന്നും പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞു. കരാർ ഒപ്പുവെക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി. CPI നിലപാട് വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ കേരളത്തിന്റെ തടഞ്ഞുവെച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ PM ശ്രീ സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. പദ്ധതിക്കായി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. പൂർണ്ണ സമ്മതത്തോടെയാണ് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പുവെച്ചത്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ട സമ്മതം അറിയിച്ചിരുന്നുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ. He needs my specific assurance from me. He himself mediate with his state government, with union government. My dear friend John Brittas, I am very thankful to him. He created the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM3 MOU.
Later on, what compelled them, I don't know. Honorable Minister, Kerala government come to see me. സംസ്ഥാനത്തിന്റെ ഫണ്ടിനായി മന്ത്രിയെ പലതവണ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ കരാറിൽ ഒപ്പുവെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണെന്നും ജോൺ ബ്രിട്ടാസ് MP. മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിവൻകുട്ടിയുടെ കൂടെ, കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഞാൻ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട്. PMC കരാറിൽ ഒപ്പിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ്. അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, നമുക്കറിയില്ല. കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ CPIയുടെ തീരുമാനം എന്തെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. ഈ CPI ചോദിക്കണ്ടേ? അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റ് അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത്. എന്താണ് PMC വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രതാപന്റെ പ്രസ്താവനയെക്കുറിച്ച് CPIയുടെ അഭിപ്രായം? ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളല്ലെന്നും PM ശ്രീ അടഞ്ഞ അധ്യായമാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. 24 ഡൽഹി. രാജ്യത്തെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും സൈബർ സുരക്ഷാ ആപ്പായ സഞ്ചാർ സാഥി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആപ്പ് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷ വിമർശനം ഉയർന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പിന്മാറ്റം. രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും നിർമ്മിക്കുന്നതുമായ എല്ലാ സ്മാർട്ട് ഫോണുകളിലും സൈബർ സുരക്ഷാ ആപ്പായ സഞ്ചാർ സാത്തി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. സഞ്ചാർ സാത്തി ആപ്പിലൂടെ പൌരന്മാരെ നിരീക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന ആപ്പിൾ ഉൾപ്പെടെയുള്ള മൊബൈൽ കമ്പനികളും നിലപാട് അറിയിച്ചതോടെയാണ് കേന്ദ്രത്തിന്റെ പിന്മാറ്റം. സാധാരണക്കാരുടെ സുരക്ഷ മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. हमारा एक ही मत है और वो मत है आम जनता की सुरक्षा और आम जनता को ये फ्रॉड के कैंसर से बचाने के लिए 22,800 करोड़ रुपए का फ्रॉड पिछले वर्ष हुआ था. ആപ്പ് നിർബന്ധമാക്കിയ തീരുമാനം തെറ്റെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം തിരുത്താൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായതെന്ന് കോൺഗ്രസ് MP മനീഷ് തിവാരി. Every citizen and resident the right to privacy, and therefore under those circumstances they were compelled to take it back when they realized they were wrong. സഞ്ചാർ സാത്തി ആപ്പിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നും അതിനാലാണ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ലെന്ന മൊബൈൽ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകിയതെന്നുമാണ് കേന്ദ്രം പുറപ്പെടുവിച്ച ഔദ്യോഗിക വാർത്താക്കുറിപ്പിലെ വിശദീകരണം. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് 1.5 മാസം കൂടി സമയം നീട്ടി നൽകി ഹൈക്കോടതി. അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ FIR ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജി വീണ്ടും പരിഗണിക്കാൻ മാജിസ്ട്രേറ്റ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ഇന്നു മുതൽ ലോക് ഭവൻ, രാജ്ഭവൻ എന്ന ബോർഡ് മാറ്റി ലോക് ഭവൻ എന്ന പുതിയ ബോർഡ് സ്ഥാപിച്ചു. രാജ്ഭവൻ ലോക് ഭവൻ ആയതോടെ കൊളോണിയൽ മുഖച്ഛായ മാറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു. ഇന്നത്തെ ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും തമിഴ്നാടിന്റെ തീരമേഖലകളിൽ മഴ തുടരുന്നു. തിരുവള്ളൂരിൽ റെഡ് അലർട്ട്. ശ്രീലങ്കയിൽ മരണം 465. ശ്രീലങ്കയ്ക്ക് മാനുഷിക സഹായം അയക്കുന്നത് തടയുന്നുവെന്ന പാക് ആരോപണം തള്ളി ഇന്ത്യ. പാകിസ്ഥാന്റെ ആരോപണം പരിഹാസ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നത് റഷ്യയുടെ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസും NSG കമാൻഡോസും ചേർന്ന്. പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടിക്കാഴ്ച നടത്തി. TVK അധ്യക്ഷൻ വിജയയുടെ പുതുച്ചേരിയിലെ റോഡ് ഷോ മാറ്റിവെച്ചു. വെള്ളിയാഴ്ച നടത്താനിരുന്ന റോഡ് ഷോയ്ക്ക് പോലീസ് അനുമതിയില്ല. മോശം കാലാവസ്ഥയെ തുടർന്ന് റോഡ് ഷോ മാറ്റിയെന്ന് TVK വിശദീകരണം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകളെ വധിച്ചു. ഒരു പോലീസ് ഓഫീസർക്ക് വീരമൃത്യു. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവില്ല. വൈകിട്ട് 6 മണി വരെ 60,000 ഭക്തർ ദർശനം നടത്തി. സന്നിധാനത്തെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കും. ഇന്നലെ മാത്രം 87,320 പേർ ദർശനം നടത്തി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 17 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 14.5 ലക്ഷമായി. ഒരു ദിവസം 1.18 ലക്ഷം പേർ ദർശനം നടത്തിയതാണ് ഈ സീസണിൽ ഇതുവരെ പരമാവധി ആളുകൾ എത്തിയ ദിവസം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ-സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് CPIM വോട്ട് തട്ടിപ്പിന് ശ്രമിക്കുന്നുവെന്ന് BJP. വഞ്ചിയൂർ വാർഡിൽ വ്യാപക ക്രമക്കേടിന് ശ്രമമെന്ന് കരമന ജയൻ ആരോപിച്ചു. വഞ്ചിയൂർ പ്രശ്നബാധിത വാർഡായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും വീണ്ടും പരാതി നൽകുമെന്നും കരമന ജയൻ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.